ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജ്വല്ലറിക്കാരും അതുപോലെ തന്നെ മൂർത്തിസ് ജ്വല്ലറിക്കാരും അന്ന് മുംബൈയിൽ വെച്ച് നടന്ന പോലുള്ള ഒരു ഡീൽ ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. എന്ത് വില കൊടുത്തും ആ ഡീൽ സ്വന്തമാക്കാനായിട്ട് മൂർത്തിസ് ജ്വല്ലറിക്കാരും റെഡിയായിരിക്കുകയാണ്. ആദർശിന്റെ പിൻബലത്തോടു കൂടി അനിയാണ് ആ ഡീൽ ഉറപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ ജ്വല്ലറിയിലാണെങ്കിൽ ഡേവിഡിനൊപ്പം അബിയും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികളൊക്കെ കിട്ടുകയാണ് കേട്ടോ ജ്വല്ലറിക്ക്. തന്നെ ചതിച്ച ഡേവിഡിനും അബിക്കിട്ടും ഒക്കെ നല്ല മുട്ടം പണി കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി തന്നെ നവ്യ തന്നെയാണ് ആദർശനും മൂർത്തിസ് ജ്വല്ലറിക്കും വേണ്ട സഹായങ്ങളൊക്കെ മറുപക്ഷത്ത് നിന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നവ്യയുടെ ഒത്താശയോട് കൂടി എല്ലാ തരത്തിലും മൂർത്തിസ് ജ്വല്ലറിക്കാരും മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജ്വല്ലറിക്കാർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഒരു തിരിച്ചടി സംഭവിക്കുകയും അതോടൊപ്പം അവരുടെ ഓരോ കള്ളക്കളികളും കണ്ടുപിടിച്ച് അതൊക്കെ പൊളിച്ചടുക്കി കൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നവ്യ. ജ്വല്ലറിൽ നടക്കുന്ന തിരിമറികളും തട്ടിപ്പുകളും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് വിൽക്കുന്നതും അതുപോലെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരുന്നതും അത് ആഭരണങ്ങളാക്കി ജ്വല്ലറി വഴി വിറ്റഴിക്കുന്നതും അങ്ങനെ അവർ ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും തെളിവ് സഹിതം നവ്യ തന്നെ കണ്ടുപിടിക്കുകയാണ്. ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്താവുമ്പോൾ കൂടെ നിന്ന് ചതിച്ചത് ആരാണെന്നൊക്കെ ഓർത്ത് ഡേവിഡും നാഗേന്ദ്രയും അതുപോലെ അബിയൊക്കെ തല പോയിക്കുന്നുണ്ട്. ആ സമയത്താണ് അത് മറ്റാരുമല്ല നവ്യയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. ആ ഒരു വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നവ്യ കൊടുത്ത ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് ഡീലിന്റെ കാര്യങ്ങളെല്ലാം ആദർശം അനിയും കൂടെ സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ആദർശം അനിയും കൂടെ അനന്തപുരിയിൽ ഒരു നാടകം കളിക്കുന്നുണ്ട്. അതായത് ഈ ഡീൽ ഉറപ്പിക്കാൻ പോകാൻ താല്പര്യമില്ലെന്നും പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഡീൽ നമുക്ക് കിട്ടില്ല എന്നും തോറ്റു തുന്നമ്പാടി തിരിച്ചു വരേണ്ടി വരും എന്നൊക്കെ അനി അവിടെ എല്ലാവരുടെ മുമ്പിലായിട്ട് പറയുന്നുണ്ട്. ഈ ഡീലിൽ പങ്കെടുക്കാൻ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് അനി ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ജലജ് വിളിച്ചിട്ട് അബിയോടും പറഞ്ഞു കൊടുക്കുകയാണ്. അനി അധികാരത്തിൽ കയറിയതിന്റെ പിന്നാലെയാണല്ലോ അബി ആ കമ്പനിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടത്. അതിന്റെ ഒരു ദേഷ്യവും അമർഷവും ഒക്കെ അബിക്ക് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് അനി MD ആയി ഇരിക്കുന്ന സമയത്ത് തന്നെ മൂർത്തിസ് ജ്വല്ലറി കൂപ്പ് ഊത്തി താഴെ വീഴണമെന്നും മുത്തശ്ശൻ തന്നെ അനിയെ ചവിട്ടി പുറത്താക്കണമെന്നും ഒക്കെ അബിക്ക് ആഗ്രഹമുണ്ട്. ഡീലിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ ഡീല് സ്വന്തമാക്കാൻ കഴിയാതെ അനി അവിടെ നാണം കെട്ട് തല കുനിച്ച് തൻ്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അബി. ആ സമയത്താണ് മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് ഈ ഡീലിൽ പങ്കെടുക്കാൻ ആരും വരുന്നില്ല എന്നുള്ള വിവരം ജലജ വിളിച്ചിട്ട് അബിയെ അറിയിക്കുന്നത്. ഇനിയിപ്പോൾ എതിരാളികളായിട്ട് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഡീല് നമുക്ക് തന്നെ സ്വന്തമാകുന്നുള്ളൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസത്തിലാണ് അബിയും ഡേവിഡും നാഗേന്ദ്രയും ഒക്കെ. മുംബൈയിലെ ഡീല് നമുക്ക് സ്വന്തമായതോടെ നമ്മുടെ ബിസിനസ്സിലൊക്കെ വൻ കുതിച്ചുനാട്ടമല്ലേ ഉണ്ടായത്. ഇപ്പം ഈ ഒരു ഡീലും കൂടി നമുക്ക് കിട്ടുന്നതോടുകൂടി നമ്മൾ അവരെക്കാളും ഒരുപാട് ഉയരത്തിലാകും. ഇനി അവർക്ക് നമ്മുടെ ഒപ്പം എത്താൻ ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെയാണ് നാഗേന്ദ്രനും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി അനന്തമൂർത്തിയുടെ മൂർത്തിസ് ജ്വല്ലറിയും അയാളുടെ പേരും പ്രശസ്തിയും എല്ലാം തകർന്നടിയണം. ഇനി ഒരിക്കലും അയാൾ നമുക്കൊരു എതിരാളിയായിട്ട് വരാൻ പാടില്ല. അവസാനം നമ്മൾ ആഗ്രഹിച്ചതുപോലെ മൂർത്തിസ് ജ്വല്ലറിയും അതുപോലെ അനന്തപുരി തറവാടും നമ്മുടെ കൈക്കിൽ തന്നെ വരും. മൂർത്തി മനസ്സിലാക്കട്ടെ, മൂർത്തിയുടെ അത്രയും പോലും കഴിവൊന്നും കൊച്ചുമക്കൾക്കില്ലെന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെ തന്നെ ചിരിക്കുകയാണ് നാഗേന്ദ്രൻ. എന്നാൽ ഇവരെ അടപടലം തകർത്ത് കളയണം എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ തന്നെ നവ്യ അബിയോടും അതുപോലെ ഡേവിഡിനോടും ഒക്കെ സ്നേഹം നടിച്ച് നിന്ന് ആ ഡീലിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ ഫുൾ ഡേറ്റാസും കളക്ട് ചെയ്ത് അത് തന്റെ സുഹൃത്ത് വഴി തന്നെ ആദർശന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നവ്യ അങ്ങനെ ചെയ്തുകൊണ്ട് അത് ആദർശനും അനിക്കുമൊക്കെ ഒരുപാട് ആശ്വാസമാകുന്നുമുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ അബിയും ഡേവിഡും പ്ലാൻ ചെയ്യുന്നതിലും ഒരുപടി മുന്നിൽ തന്നെ നിന്നു ആ ഡീല് സ്വന്തമാക്കാൻ ആദർശനും അനിക്കും സഹായമാവുകയും ചെയ്യുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എല്ലാ ജ്വല്ലറിയുടെയും MD മാത്രമാണ് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്, ആ ഒരു ഡീലിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ജ്വല്ലറിയിൽ ഡേവിഡ് എന്തിനായിരിക്കും അബിയും കൂട്ടിയിട്ട് പോകുന്നത്? അബിക്ക് അവർ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? വെറും ഒരു ബ്രാഞ്ചിന്റെ മാനേജറായിട്ടിരിക്കുന്ന അബിയെ ഇത്രയും വലിയൊരു ഡീലിൽ അവർ കൂട്ടേണ്ട കാര്യം എന്താ ഉള്ളത്? അങ്ങനെ പല പല സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. വെറും ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന പരിഗണനയല്ല അവരവിടെ അബിക്ക് കൊടുക്കുന്നത്. മാളവികയും അത് ശ്രദ്ധിച്ചായിരുന്നു. ഡേവിഡിന്റെ എല്ലാ സഹായവും അബിക്കുണ്ട്. അവിടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അബിയോടും കൂടി ഡിസ്കസ് ചെയ്ത് അബിയുടെ അഭിപ്രായം കൂടി നോക്കിയിട്ടാണത്രേ. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അബിയും അയാളും തമ്മിൽ വേറെന്തോ കണക്ഷൻ ഉണ്ട്. നമ്മളൊക്കെ സംശയിക്കും പോലെ ഈ അബിക്കും ഡേവിഡിനും തമ്മിൽ നേരത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. മറ്റാരും അതിനെ സംശയത്തോടെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാ നവ്യനെ ആദ്യം തന്നെ ആ കമ്പനിയിലെ മോഡലാക്കിയത്. അതിനുശേഷം നവ്യയുടെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് അവനവിടെ ജോലി കിട്ടിയെന്നുള്ളത് അവൻ ആക്കി തീർത്ത. അല്ലാതെ നവ്യയുടെ പിൻബലത്തിലൊന്നും അല്ല അബി അവിടെ കയറി കൂടിയേക്കുന്നത്. അപ്പൊ അത് കേട്ട് അനി പറയുന്നുണ്ട്, അതേ ആദർശേട്ടാ, ഈ സംശയങ്ങളെല്ലാം എനിക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിലും അന്നത്തെ ആ സംഭവങ്ങൾക്കെല്ലാം പിന്നില് അബി തന്നെയാണെന്നാ എന്റെ സംശയം. അന്ന് ദുബായിൽ വെച്ച് നടന്ന സംഭവങ്ങൾക്കെല്ലാം പിന്നില് ഇവൻ തന്നെയായിരിക്കും. മുംബൈയിലും ആദർശേട്ടനെ ചതിച്ചല്ലേ അവർ ആ ഡീലിൽ സ്വന്തമാക്കിയത്. എല്ലാം അബിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ജ്വല്ലറിക്കാർ ചെയ്യുന്നത്.
ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ട് ആദർശേട്ടാ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. ഡേവിഡിന്റെ മറവിൽ ആരാണ് ജ്വല്ലറിയെ നയിക്കുന്നതെന്നും അതുപോലെ തന്നെ അവർ നമ്മളോട് എന്തിനാണ് ഇത്രയും ശത്രുത കാണിക്കുന്നതെന്നും നമ്മുടെ ജ്വല്ലറികളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും തകർക്കാനാണല്ലോ അവർ നോക്കുന്നത്. അതൊക്കെ എന്തിനാണ് അവർ ചെയ്യുന്നത്? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആനി. ആദർശം പറയുന്നുണ്ട്, അതെ ആനി, അതിനെല്ലാം ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിനുള്ള പരിശ്രമത്തിലാണ് ഞാനിപ്പോ. അധികം വൈകാതെ തന്നെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും. ഏകദേശം നമ്മൾ അയാളുടെ അടുത്തെത്തി കഴിയും തന്നെ എനിക്ക് തോന്നുന്നത്. ഈ ജ്വല്ലറിയുടെ ഓണർ കിങ് കോബ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അയാൾ ആരാണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എല്ലാം നമുക്ക് കിട്ടുമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ജ്വല്ലറി എന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തതിന് പിന്നില് ഈ ഡേവിഡിന്റെ കൈകൾ മാത്രമല്ല, അയാൾ ഒരു ബിനാമി മാത്രമാണ്. അയാളുടെ തലയ്ക്ക് മുകളിൽ ആരോ ഇതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ഞാനും സേവിയറും നന്ദുവും മാളവയൊക്കെ ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട്. എന്തായാലും അധികം നാളൊന്നും ഇനി അവർക്ക് ഇങ്ങനെ ഒളിച്ചു കളിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ട് അനിയും പറയുന്നുണ്ട്, അതേ ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കണം. നമ്മുടെ ജോലിക്കാർക്ക് ഇപ്പൊ നല്ല ക്ഷീണമുണ്ട്, അറിയാവല്ലോ. മുത്തച്ഛന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ ജ്വല്ലറിയുടെ മറവിൽ ആരാണ് നമ്മളെ നമ്മുടെ കുടുംബത്തെയും തകർക്കാൻ നോക്കുന്നതെന്നൊക്കെ ഉള്ളത് ആദർശേട്ടൻ കണ്ടുപിടിക്കുന്നുള്ളൊരു ആത്മവിശ്വാസം മുത്തച്ഛനുണ്ട്. മുത്തശ്ശൻ പുറമെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആദർശേട്ടനോട് നല്ല സ്നേഹമുള്ളേ. അത് മുത്തശ്ശിയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. എതിരാളികളെ തകർത്തുകൊണ്ട് അധികം വൈകാതെ തന്നെ ആദർശേട്ടൻ വിജയശ്രീ ലാളിതനെ തിരികെ വരുമെന്നൊക്കെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. മുത്തശ്ശന്റെ ആ ഒരു വിശ്വാസം നമ്മളായിട്ട് തകർക്കരുത് ആദർശേട്ടാ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി നമ്മളിവിടെ നോക്കണം. ആ ജ്വല്ലറിക്കാരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കണം. ജ്വല്ലറിയുടെ മറവിൽ അവരവിടെ കാണിച്ചു കൂടുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണം ആദർശേട്ടാ. അങ്ങനെ ജ്വല്ലറി എന്ന സാമ്രാജ്യം പൂട്ടിക്കണം. അഭിയും ഡേവിഡിനെ പോലെയുള്ള ആൾക്കാരൊക്കെ നാണം കെട്ട് നാറി നിൽക്കുന്ന കാണണം എന്നൊക്കെ പറയുകയാണ് അനി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ ആദർശേട്ടാ, ഈ ഡീല് നമുക്ക് തന്നെ സ്വന്തമാകും. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പിന്നെ എനിക്ക് ആത്മവിശ്വാസം തരാനും ധൈര്യം തരാനും ഒക്കെ ആദർശേട്ടനും എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ഡീല് നമ്മൾ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അനി. ആദർശ് പറയുന്നുണ്ട്, അത് ഓർത്ത് നീ വിഷമിക്കണ്ട അനി, ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും. എന്തായാലും എനിക്ക് കിട്ടിയ ആ ഒരു അജ്ഞാത സന്ദേശത്തില് അവർ ആ ഡീലിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാൻ പറ്റിയല്ലോ. നമ്മൾ ഒരു പടി മുന്നിൽ തന്നെ നിൽക്കും. ഈ ഡീല് നമുക്ക് തന്നെ സ്വന്തമാകുകയും ചെയ്യും. നീ എന്തായാലും ധൈര്യമായിട്ട് തന്നെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ആത്മവിശ്വാസം കൂടി നൽകുകയാണ് ആദർശ്. ഇതേ സമയത്ത് നാഗേന്ദ്രയും ഡേവിഡും അഭിയും കൂടി സംസാരിക്കുന്നുണ്ട്. അനി ഈ ഡീലിൽ പങ്കെടുക്കാതെ പിന്മാറി നിൽക്കുകയാണെന്നൊക്കെ അറിഞ്ഞ അവർ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അന്ന് മുംബൈയിൽ വെച്ച് നടന്ന ഡീല് സ്വന്തമാക്കിയതിനേക്കാൾ കൂടുതൽ മെച്ചം ഈ ഒരു ഡീല് നമുക്ക് സ്വന്തമാകുന്നതിലൂടെ കിട്ടുമെന്നും അതുവഴി നമ്മുടെ ബിസിനസ്സിൽ വൻ കുതിച്ചാട്ടം ഉണ്ടാവുമെന്നും ഷെയറൊക്കെ ഒരുപാട് നമുക്ക് ഉയരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവർ മൂന്നുപേരും. 1ാം സ്ഥാനത്ത് നിന്ന മൂർത്തിസ് ജ്വല്ലറി ഇപ്പൊ 5ാം സ്ഥാനത്തേക്ക് എത്തിയില്ലേ. ആദർശ് MD ആയിരുന്ന സമയത്ത് മൂർത്തിസ് ജ്വല്ലറി 2ാം സ്ഥാനത്തേക്ക് പോയതുകൊണ്ടാണല്ലോ അവിടെ ആദർശനെ ചവിട്ടി പുറത്താക്കി അനിയെ കയറ്റി ഇരുത്തിയത്. ഇപ്പൊ അനി MD ആയി ഇരുന്നിട്ടും പിന്നെയും കൂപ്പ് എത്തുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ 5ാം സ്ഥാനത്തേക്കല്ലേ മൂർത്തിസ് ജ്വല്ലറി താഴ്ന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് മൂർത്തിസ് ജ്വല്ലറിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പൊക്കെ അതിന് നടക്കാത്ത കാര്യമാ. എന്തായാലും അനിയെ പൂട്ടാൻ അവന്തിക ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ മൂർത്തിസ് ജ്വല്ലറിയുടെ MD സ്ഥാനത്തിരിക്കുന്ന അനിയാണല്ലോ. അനിയെ അവന്തിക സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ മൂർത്തിസ് ജ്വല്ലറി നമ്മുടെ പേരിലോട്ട് എഴുതിയെടുക്കാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. മൂർത്തിസ് ജ്വല്ലറിയും ജ്വല്ലറിയും പിന്നെ ഒന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈകളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമ്മുടെ അടിമകളായിട്ട് ഇഷ്ടകാലം അവർക്ക് ജീവിക്കേണ്ടി വരും. അതൊക്കെയാണ് ഞാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ അഭി പറയുന്നുണ്ട്, അച്ഛന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അനി അവനൊരു അഹങ്കാരിയാ. പിന്നെ ഇത് അവന്റെ 2ാമത്തെ കല്യാണമല്ലേ അച്ഛാ. അവന്തി ഒരു 2ാം കെട്ടുകാരനെ കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു മാനസിക വിഷമം എന്ന് മാത്രം പറയാ കേട്ടോ അഭി. എന്തായാലും കുഴപ്പമില്ല അച്ഛാ, ഇവിടെ അച്ഛൻ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി. അച്ഛന്റെ തീരുമാനത്തിനാണ് ഞങ്ങളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. അച്ഛൻ പറയുന്നത് കേട്ട് മുന്നോട്ട് ജീവിക്കാനാണ് ഞങ്ങൾക്കും താല്പര്യം എന്നൊക്കെ പറഞ്ഞ് അഭി നാഗേന്ദ്രയെ സോപ്പിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അഭി അത് നീ ഓർത്ത് വിഷമിക്കണ്ട. മൂർത്തി ഇപ്പൊ ഒന്ന് ഡൗൺ ആയെങ്കിലും 10 തലമുറയ്ക്ക് ഒരു കുറവില്ലാതെ സുഖമായിട്ട് കഴിയാനുള്ള സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. കോടാനുകോടി സ്വത്തുക്കളും ഇഷ്ടംപോലെ സ്ഥാപനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റും ഇല്ലേ. സമ്പത്തിന്റെയും സ്വത്തിന്റെയും കാര്യത്തിൽ അയാളുടെ അടുത്ത് എത്താറായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സ്വത്തുക്കൾ അയാൾക്കുണ്ടെന്നേ. അതെല്ലാം നമ്മുടെ കൈകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അനിയെ നമ്മൾ ചാക്കിട്ട് പിടിച്ചാലേ പറ്റത്തുള്ളൂ. അഭി പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ഈ നീക്കങ്ങളൊക്കെ അതീവ രഹസ്യമായിട്ട് തന്നെ തുടരണം വെച്ചാ. കുറച്ചു നാളും കൂടി ഇത് ഇങ്ങനെ തന്നെ പോണം.
എന്നിട്ട് വേണം എല്ലാവരുടെ മുമ്പിൽ ഈ സസ്പെൻസ് ഒക്കെ പൊളിച്ചെടുക്കാൻ. അന്നേരം ഇതൊക്കെ അറിയുമ്പം അവർക്കത് താങ്ങാനുള്ള ശേഷി പോലും ഉണ്ടാവില്ല അച്ഛാ. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ആ സമയത്ത് തന്നെ ആബി ജലജയുടെ കാര്യം എടുത്തിടുന്നുണ്ട്. കാരണം സ്വന്തം അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം ജലജയാണെന്നൊക്കെയുള്ളത് നാഗേന്ദ്രൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ജലജയോട് ഇപ്പോൾ ഒരു അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ജലജയെ കൊണ്ട് ഇനി ആബിക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലല്ലോ. പണം കായ്ക്കുന്ന മരം നാഗേന്ദ്രനാണല്ലോ. അപ്പൊ നാഗേന്ദ്രനെ സോപ്പിട്ട് നിന്നാലല്ലേ ആബിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. MD സ്ഥാനം എത്രയും പെട്ടെന്ന് തന്നെ കൈക്കലാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആബി. ആബിയുടെ സ്വഭാവമല്ലേ, കൂടെ നിന്നവരെയും ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിച്ചവരെയൊക്കെ ചവിട്ടി മതിക്കുന്ന ഒരു സ്വഭാവം ആബിക്കുണ്ടല്ലോ. എന്തായാലും എത്രയും പെട്ടെന്ന് കോടീശ്വരനാകണം എന്നുള്ള ഒരു അതിമോഹം അബിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആരെക്കുറിച്ചും അബിക്ക് ഒരു ചിന്തയും ഇല്ലാട്ടോ. MD സ്ഥാനത്തേക്ക് എത്രയും പെട്ടെന്ന് തനിക്ക് എത്തണം. അവന്തികയ്ക്കും അതിലൊരു ഷെയർ കൊടുക്കുന്ന കാര്യത്തിൽ പോലും അബിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിലാണ് ഇരിക്കുന്നത്. എന്തായാലും അവരാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഡീൽ ഉറപ്പിക്കാനും ഒക്കെ ആയിട്ട് അവർ റെഡിയായി പോവുകയാണ്. എന്തായാലും മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് ആരും തന്നെ ഉണ്ടാവില്ല ഡീൽ ഉറപ്പിക്കാൻ എന്നൊക്കെയാണല്ലോ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ മൂർത്തിസ് ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കുന്ന എനിക്ക് ഒരു കഴിവുമില്ലാന്നും അവനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനോ ഡീൽ ചെയ്യാനോ അല്ലെ കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കാനോ കമ്പനിക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നല്ല ബിസിനസ് ചെയ്യാനോ ഒന്നും ഒരു കഴിവില്ലെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണ് അബിയും ജലജയൊക്കെ. എന്നാൽ അബി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഡീലിന് പോകാനായിട്ട് നല്ല സെറ്റപ്പായിട്ട് റെഡിയായൊക്കെ വരുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇന്ന് നീ ആ ഡീലിന്റെ കാര്യത്തിന് വേണ്ടി പോവല്ലേ, നീ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ആ ഡീല് AM ജ്വല്ലറി സ്വന്തമാക്കി കഴിഞ്ഞാൽ അതിന്റെ നേട്ടം നിനക്കും കിട്ടുമല്ലോ. എന്തായാലും AM ജ്വല്ലറിയുടെ MDയുടെ കൂടെയല്ലേ നീ ഇപ്പൊ പോകുന്നത്. അത് നിനക്കൊരു വിലയാ. അത് നിനക്ക് കിട്ടിയ ഒരു പദവി പോലെ തന്നെയാ. അതുകൊണ്ട് നീ അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണം അബി. ഇതുപോലെ ഒരു ചാൻസ് നിനക്ക് ഇനി കിട്ടിയെന്ന് വരില്ല. ഇനിയും AM ജ്വല്ലറിയിലെ ഉയരങ്ങളിലേക്ക് തന്നെ പോകാൻ നിനക്ക് കഴിയണം. അതുകൊണ്ട് നീ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് അബി ഒന്ന് ഉപദേശിക്കുകയാണ് നമ്മുടെ ജലജ. അബി പറയുന്നുണ്ട്, അമ്മേ ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും അമ്മേ. മൂർത്തിസ് ജ്വല്ലറിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇന്ന് ആരുമില്ല. അതുകൊണ്ട് ആ ഡീല് നമുക്ക് തന്നെ കിട്ടും. അല്ലെങ്കിലും അനിയെ പോലെ ഒരു തന്നെ MD സ്ഥാനത്ത് കയറിയാലേ ഇതല്ല ഇതിന്റെ അപ്പുറം മൂർത്തിസ് ജ്വല്ലറിക്ക് സംഭവിക്കും. പിന്നെയും ആദർശ് MD സ്ഥാനത്തിരുന്നപ്പം എല്ലാം നല്ലവണ്ണം നോക്കിയും കണ്ടുമൊക്കെ പൊക്കോണ്ടിരുന്നതല്ലേ. ഇപ്പൊ ആദർശിനെ മാറ്റി അനിയെ കയറ്റി ഇരുത്തിയപ്പം എന്തോ വലിയ മലമറിക്കുന്നൊക്കെയാണല്ലോ കാരണവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? മൂർത്തിസ് ജ്വല്ലറി ഇപ്പൊ 5ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുക. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുമോ മൂർത്തിസ് ജ്വല്ലറിക്ക്? ആദർശിന് MD സ്ഥാനത്ത് വന്നാലും ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല അമ്മേ. ഇനി അങ്ങോട്ടേക്ക് എപ്പോഴും 1ാം സ്ഥാനത്തെ AM ജ്വല്ലറി തന്നെ ആയിരിക്കും. AM ജ്വല്ലറിയെ വെല്ലാൻ ഇനി ഒരു ജ്വല്ലറിക്കാർക്കും കഴിയില്ല. AM ജ്വല്ലറി ഒരുപാട് ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ വിചാരിച്ചാൽ എത്തിപ്പിടിക്കാൻ പോലും കഴിയാത്തത്ര ഉയരങ്ങളിലേക്ക് ഇപ്പൊ AM ജ്വല്ലറി എത്തി. അതുകൊണ്ട് ഈ ഡീലൊക്കെ സ്വന്തമാക്കാന്ന് വെച്ചാൽ അത് വെറും ഒരു നിസ്സാര കാര്യം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് AM ജ്വല്ലറിയെ വാനോളം പോഴ്ത്തുന്നുണ്ട് കേട്ടോ അബി. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇവൻ ആ ഡീലിൽ പങ്കെടുക്കാൻ വന്നിട്ട് എന്റെ മുമ്പിൽ തല കുനിച്ച് നാണം കെട്ടിയിരിക്കുന്നു. ഇവൻ ആ ഡീലിൽ പങ്കെടുക്കാൻ വന്നിട്ട് നാണം കെട്ട് എന്റെ മുമ്പിൽ തല കുനിച്ചിരിക്കുന്ന കാണണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഇവൻ വരാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു കാഴ്ച എനിക്ക് മിസ് ചെയ്യൂ അമ്മേ. അപ്പൊ ജലജയും പറയുന്നുണ്ട്, അതേടാ മോനെ, അങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്കും വിധിയില്ലാതെ പോയല്ലോ. അവൻ MD സ്ഥാനത്ത് കയറിയപ്പോഴല്ലേ നിന്നെ കമ്പനിയിൽ നിന്ന് അവൻ അടിച്ച് പുറത്താക്കിയത്. അങ്ങനെയുള്ളവൻ അവിടെ നാണം കെട്ട് തല ഒലിച്ചിരിക്കുന്നത് കാണാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കാണാൻ പറ്റിയില്ലെങ്കിലും അതൊക്കെ ഓർത്ത് ഇവിടെ സന്തോഷിച്ചിരിക്കാമല്ലോ. ഇവിടെ എല്ലാവരും ദുഃഖിച്ചിരിക്കുമ്പം എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാമല്ലോ എന്നൊക്കെ തന്നെയാണ് ജലജയും പറയുന്നത്. എന്തായാലും നീ നല്ല ഐശ്വര്യത്തോടെ തന്നെ പോയിട്ട് വാ. പോയി വന്നതിന് ശേഷം ഡീല് സ്വന്തമാക്കിയതിന്റെ പേരിൽ നമുക്ക് ഇതൊരു ആഘോഷമാക്കണം. ഒപ്പം നിന്റെ ഭാര്യയും കൂട്ടാം. ഒരു കണക്കിന് പറഞ്ഞാൽ നീ അവിടെ കയറിക്കൂടാൻ അവളും ഒരു കാരണമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവളൊന്നും അല്ലമ്മേ. അവൾ എന്ത് ചെയ്തു എന്നാ അമ്മ ഈ പറയുന്നത്? അവളൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പ്ലാനിങ് ആയിരുന്നു ഇതെല്ലാം. നവ്യെ ചാക്കിട്ട് പിടിച്ചതും നവ്യ മുഖേന എന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചതും എല്ലാം അച്ഛൻ്റെ ബുദ്ധിയായിരുന്നു അമ്മേ. അതൊക്കെ ഞാൻ വൈകിയാ മനസ്സിലാക്കിയത്. നവ്യ വെറും കറിവേപ്പിലയാ. ആവശ്യം കഴിയുമ്പം അവളെയും വലിച്ചെറിയാനുള്ളതാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് അബി. അതിനുശേഷം അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ നവ്യയെ കാണുന്നുണ്ട്. നവ്യയെ കണ്ടപാട് തന്നെ അബി പറയുന്നുണ്ട്, നവ്യെ ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് ആ ഡീൽ ഉറപ്പിക്കാനായിട്ട് ഡേവിഡ് സാറിനോടൊപ്പം ഞാനും പോകുന്നുണ്ട്. പോകുന്ന കാര്യം മംഗളകരമായിട്ട് തന്നെ നടക്കാൻ നീയും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ നവ്യയുടെ അടുത്ത്. എന്തായാലും ആ ഡീല് നമുക്ക് തന്നെ കിട്ടും. ആകെയുള്ള എതിരാളികൾ മൂർത്തിസ് ജ്വല്ലറി ആയിരുന്നല്ലോ. മൂർത്തിസ് ജ്വല്ലറിന്ന് ആരും ആ ഡീലിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ആ ഡീല് നമുക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അബി ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതെന്താ മൂർത്തിസ് ജ്വല്ലറിന്ന് ആരും ആ ഡീലിൽ പങ്കെടുക്കുന്നില്ലേന്ന്. ഞാൻ ആദർശേട്ടന് എല്ലാ കാര്യങ്ങളും ഇന്നലെ തന്നെ അയച്ചു കൊടുത്തതാണല്ലോ. എന്നിട്ടും എന്താ ഈ ഡീലിൽ പങ്കെടുക്കാൻ ആരും പോകുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ ആലോചിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും അബി ചോദിക്കുന്നുണ്ട്, നവ്യെ നീ എന്താ ഈ ആലോചിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാം. നവ്യ പറയുന്നുണ്ട്, ഒന്നുമില്ല അബി. അതെന്താ അനി ആ ഡീലിൽ പങ്കെടുക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്.
അഭി പറയുന്നുണ്ട്, ഇല്ല, അവൻ അതിനൊന്നും പങ്കെടുക്കാനുള്ള ധൈര്യമില്ലെന്നേ. അഥവാ ഇനി പങ്കെടുത്താൽ തന്നെ തോറ്റ് തുന്നം പാടി തിരിച്ചു വരേണ്ടി വരും എന്നൊക്കെയുള്ളതെന്ന് അറിയാം. അതുകൊണ്ട് നൈസായിട്ട് അങ്ങ് ഒഴിവായി. ഡീലിൽ പങ്കെടുക്കാതിരുന്ന അത്രയെങ്കിലും നാണക്കേട് ഒഴിവാക്കാമല്ലോ. അതുകൊണ്ടായിരിക്കും മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് ആരും ആ ഡീലിൽ പങ്കെടുക്കാൻ പോകുന്നില്ലെന്നൊക്കെ ഇന്നലെ അവിടെ പറയുന്നത് കേട്ടു. അനി തന്നെ പറഞ്ഞ കാര്യമാ. അച്ഛൻ ആ ഡീലിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അനി അതിന് സമ്മതിച്ചില്ല. ആ ഡീലിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നാണം കെട്ട് തിരിച്ചു വരേണ്ടി വരും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അവൻ അതിന് മുതിർന്നില്ല മോളെ എന്നൊക്കെ ജലജയും പറയുന്നുണ്ട്. അപ്പൊ നവ്യ ആകെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നവിയുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും നബി അത് പുറമെ കാണിക്കാത്ത മട്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നബി അവിടുന്ന് ജലജയോടും നബിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് നേരെ കമ്പനിയിലേക്ക് തന്നെ പോവുകയാണ്. മൂർത്തിസ് ജ്വല്ലറിന്ന് ആ ഡീലിൽ പങ്കെടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് നവ്യ അനിയോട് ഇത് ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. നവിക്ക് അത് ആകെ വിഷമാവുന്നുണ്ട്. കാരണം നവ്യ അത്രയും സഹായിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവർ ആ ഡീലിൽ പങ്കെടുക്കാൻ പോകാത്തത്? ഇനി ഇവർക്ക് തന്നെ ആ ഡീല് സ്വന്തമാകുമോ? ഇനി അങ്ങനെ അവർക്ക് ആ ഡീല് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമല്ലോ. മൂർത്തിസ് ജ്വല്ലറി വീണ്ടും താഴ്ചയിലേക്ക് പോകും. എം ജ്വല്ലറിക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ജ്വല്ലറിക്കാർക്കാണെങ്കിലും ആ ഡീല് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് തന്നെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം മൂർത്തിസ് ജ്വല്ലറിക്ക് വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പം നവ്യയുടെ മനസ്സിലുള്ളത്. എന്നിട്ടും കാര്യങ്ങളൊന്നും താൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആനി അവിടുന്ന് മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെയാണ് കേട്ടോ. ആദർശനോടും നയനോടും ഒക്കെ സംസാരിച്ചിട്ട് വേണം ആ മീറ്റിംഗ് നടക്കുന്നിടത്തോട് ചെല്ലാൻ. അനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഈ ഡീൽ നമുക്ക് തന്നെ കിട്ടും. കാരണം അവിടെ മാളവിക കളക്ഷൻസ് എന്നുള്ള പേരിൽ വരച്ചു വെച്ചിരിക്കുന്ന ഡിസൈൻസ് എല്ലാം തന്നെ നമ്മുടെ നയന വരച്ച ഡിസൈൻസ് ആണ്. അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നയന നമുക്ക് വേണ്ടി വരച്ചിട്ടുള്ളത്. അത് മാത്രമല്ല അവർ വെച്ചിരിക്കുന്ന കൊട്ടേഷൻ എല്ലാം കുറഞ്ഞ എമൗണ്ട് തന്നെയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഡീല് സ്വന്തമാക്കാൻ കഴിയും. അതോടുകൂടി മൂർത്തിസ് ജ്വല്ലറി പടിപടിയായിട്ട് വീണ്ടും ഉയർച്ചയിലേക്ക് എത്തുമെന്നൊക്കെ പറയാം കേട്ടോ ആദർശ്. അപ്പൊ അനി ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേട്ടാ, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അജ്ഞാത സന്ദേശമാണ്. ഇനിയിപ്പോ നമ്മളെ തകർക്കാൻ എതിരാളികൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിലോ? അതുകൊണ്ട് നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല അനി. കാരണം ഈ അജ്ഞാത സന്ദേശം അയക്കുന്ന ആള് നമ്മളെ സഹായിക്കാനാ നോക്കുന്നത്. ഇപ്പം കുറെ തവണ ആയില്ലേ, പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഹെൽപ്പായിട്ടേ ഉള്ളൂ. നമുക്ക് ദോഷമായിട്ടുള്ള ഒന്നും തന്നെ ഇതുവരെ അയച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാം. നമ്മളെ സഹായിക്കാൻ മനസ്സുള്ള ആരോ തന്നെയാണ് നമുക്ക് വേണ്ടി ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അനിയെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ആദർശ്. നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം റെഡിയാണ്. ഇനി നീ ഇതൊക്കെ അവിടെ പോയി പ്രസന്റ് ചെയ്താൽ മാത്രം മതി. ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും. എന്തായാലും നീ അവിടെ കാണില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ അവരങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് അവർക്കൊരു തിരിച്ചടി ആയിരിക്കും ഇത്. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴല്ലേ നിന്നെ കാണുന്നത്. അത് മാത്രമല്ല, ഈ ഡീല് നമുക്ക് സ്വന്തമാകുന്നതോടുകൂടി നമ്മുടെ ബിസിനസ്സിലും അതിൻ്റെതായ ഉയർച്ച ഉണ്ടാകും. നമ്മുടെ ഷെയറൊക്കെ ഇൻക്രീസ് ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് തന്നെ പൊയ്ക്കോ എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയുകയാണ് ആദർശ് നയനയും കൂടി. അബിയുടെയും ഡേവിഡിന്റെയൊക്കെ മുമ്പിൽ നീ തല ഉയർത്തി തന്നെ നിൽക്കണം, അതാ എനിക്ക് കാണേണ്ടതെന്നും പറയുകയാണ്. അങ്ങനെ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ അനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ആ മീറ്റിംഗ് ഹാളിലെ മറ്റു പ്രമുഖരായ ജ്വല്ലറിക്കാരുടെ MD-മാരും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിലെ ജ്വല്ലറിയുടെ പ്രതിനിധികളായി അബിയും ഡേവിഡും അവിടെ ഞെളിഞ്ഞിരിപ്പുണ്ട്. ആരെയും ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഈ ഇടിയിൽ ഞങ്ങൾക്ക് സ്വന്തമാണെന്നുള്ളൊരു മട്ടിലാണ് അവർ അഹങ്കരിച്ച് അവിടെ ഇരിക്കുന്നത്. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന കാണുമ്പോഴേക്കും അബിക്ക് ആദ്യം ഒരു ഷോക്കാവുന്നുണ്ട്. അനിയെ കണ്ടപാടെ അബിയോട് ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അല്ല അബിസാറല്ലേ പറഞ്ഞത് മൂർത്തിസ് ജ്വല്ലറിന്ന് ഈ ഡീലിൽ പങ്കെടുക്കാനായിട്ട് ആരും വരില്ല എന്നൊക്കെ? മൂർത്തിസ് ജ്വല്ലറിയുടെ ഇപ്പോഴത്തെ MD ആയ അനിയല്ലേ വരുന്നത്, എന്നിട്ട് അവനല്ലേ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബിയും പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കുന്നത്. ഇവൻ ഇന്നലെ കൂടി വീട്ടിലെല്ലാവരോടും ഈ ഡീലിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നാണല്ലോ പറഞ്ഞത്. ഈ ഡീല് നമുക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, അതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നൊക്കെയാണല്ലോ അവൻ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇത് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മൂർത്തി മുത്തശ്ശൻ ചോദിച്ച സമയത്ത് മൂർത്തി മുത്തശ്ശന്റെ മുഖത്ത് നോക്കിയാ ഇവൻ ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. എല്ലാവരുടെയും മുമ്പിൽ അവൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇവൻ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഡേവിഡ് ഒരു സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ സാറേ, ഈ ഡീലിൽ നമുക്ക് കൈവിട്ട് പോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. മൂർത്തിസ് ജ്വല്ലറിക്കാര് എന്തായാലും ജ്വല്ലറിയുടെ അത്ര ആവില്ല. അവരിനി എത്ര തലയും കുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഡീൽ അവർക്ക് സ്വന്തമാകാൻ പോകുന്നില്ല. കാരണം മാളവിക വരച്ച പുതിയ പുതിയ ഡിസൈൻസ് എല്ലാം നമ്മൾ ഓൾറെഡി അവർക്ക് കൈമാറി കഴിഞ്ഞു. അത് മാത്രമല്ല, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കുറഞ്ഞ കൊട്ടേഷൻ തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ആ ഒരു കൊട്ടേഷനിൽ വേറെ ഒരു ജ്വല്ലറിക്കാരും അത് ഏറ്റെടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഡീല് നമുക്ക് തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് സാർ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ തന്നെ ഡേവിഡിൻ്റെ അടുത്ത് പറയുകയാണ് അബി.
അപ്പോഴും ഡേവിഡ് പറയുന്നുണ്ട്, നമ്മൾ സൂക്ഷിക്കണം അബി സാറേ, ഇത് മിക്കവാറും ഒരു ചതിയാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ലെന്ന് അവൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണെങ്കിലോ, ഈ ഡീല് കൈവശപ്പെടുത്താൻ അവൻ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടെങ്കിലോ, അതൊക്കെ നമ്മൾ ഒന്ന് സൂക്ഷിക്കണ്ടേ? അതൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും. അപ്പോഴും അഭി പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആദർശിന്റെ അത്രയും കഴിവൊന്നും എനിക്ക് എന്തായാലും ഇല്ല. ഈ ഒരു ഡീല് കൈകാര്യം ചെയ്യാൻ മാത്രം പക്വതയൊന്നും അവനില്ല. പിന്നെ മുത്തശ്ശൻ നിർബന്ധിച്ച കാരണം അവൻ എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്യാന്ന് കരുതി വന്നതായിരിക്കും. എന്തായാലും ഇതുവരെ നേരായ മാർഗത്തിൽ കൂടെയല്ലേ അവർ ബിസിനസ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു സ്ഥലത്ത് ഇത്രയും കുറഞ്ഞ കൊട്ടേഷനിൽ ഒരിക്കലും അനന്തപുരിക്കാരെ ഈ ഡീല് ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവർക്കതിന് കഴിയത്തുമില്ല. അങ്ങനെ അവർ ആ കൊട്ടേഷൻ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് ഭയങ്കര നഷ്ടമേ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് അബി. അനി അങ്ങോട്ടേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ അബിയും ഡേവിഡിനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അനി അങ്ങോട്ടേക്ക് വരുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചല്ലായിരുന്നു. ഈ ഡീല് നിഷ്പ്രയാസം അവർക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നൊക്കെയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണല്ലോ അവർ വന്ന് ഇരുന്നിരുന്നത്. അപ്പോൾ അനിയെ കണ്ടപ്പോഴേക്കും തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ചോർന്നു പോയതുപോലെയായി. അങ്ങനെ ഓരോരോ കമ്പനിക്കാരായിട്ട് അവരുടെ പ്രസന്റേഷനൊക്കെ അവിടെ പ്രസന്റ് ചെയ്യുകയാണ് കേട്ടോ. അതുപോലെ ഡിസൈൻസും അതുപോലെ കൊട്ടേഷനും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എൻ ജ്വല്ലറിക്കാരും അവരുടെ ഡിസൈൻസും കൊട്ടേഷനും ഒക്കെ അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മൂർത്തീസ് ജ്വല്ലറിയിൽ നയന വരച്ച കുറച്ച് പുതിയ ഡിസൈൻസും അതുപോലെ കൊട്ടേഷനും എല്ലാം പ്രസന്റ് ചെയ്യുന്നുണ്ട് അനി ആ പ്രസന്റേഷൻ അവിടെ നല്ല കോൺഫിഡൻസോട് കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ അത് അവിടെ പ്രസന്റ് ചെയ്യുമ്പോഴേക്കും പുച്ഛഭാവത്തോടെയാണ് നമ്മുടെ അബിയും ഡേവിഡും ഒക്കെ അതിനെ നോക്കി കാണുന്നത്. മറ്റുള്ള ജ്വല്ലറിക്കാരെല്ലാം നല്ല കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രസന്റേഷൻ കഴിയുമ്പോഴേക്കും അബിയും ഡേവിഡും ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എൻ ജ്വല്ലറിക്കാരെ വെച്ചിരിക്കുന്നതിലും കുറഞ്ഞ കൊട്ടേഷനാണ് മൂർത്തിസ് ജ്വല്ലറി വെച്ചിരിക്കുന്നത്. അത് അവരൊട്ടും പ്രതീക്ഷിച്ചല്ലായിരുന്നു. എന്തായാലും ഈ ഡീൽ കൈവിട്ടു പോയി എന്നൊക്കെ ഉള്ളത് ഡേവിഡിനും അബിക്കും മനസ്സിലാവുന്നുണ്ട്. മാളവിക കളക്ഷനേക്കാളും നല്ല ഭംഗിയായിട്ടുള്ള പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെയാണ് നയന കളക്ഷൻസിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല എൻ ജ്വല്ലറിക്കാർ വെച്ചിരിക്കുന്ന കൊട്ടേഷനേക്കാളും കുറഞ്ഞ കൊട്ടേഷൻ വെച്ചിരിക്കുന്നത് മൂർത്തിസ് ജ്വല്ലറിയാണ്. പാരമ്പര്യത്തിന്റെയും പരിശുദ്ധിയുടെയും കാര്യത്തിൽ മൂർത്തിസ് ജ്വല്ലറി തന്നെയാണ് ഇപ്പോഴും ഒന്നാമതായി നിൽക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും മൂർത്തിസ് ജ്വല്ലറിക്ക് തന്നെ ആ ഒരു ഡീൽ കിട്ടുകയാണ്. അങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയുമായിട്ട് ആ കമ്പനിക്കാരെ ഡീലിന് ഉറപ്പിക്കുകയാണ്. അപ്പോഴേക്കും അബിയും ഡേവിഡും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കും അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. നമ്മളെ ആരോ മനഃപൂർവ്വം ചതിച്ചതാണ്. ഒരിക്കലും നമ്മൾ വെച്ചതിലും കുറഞ്ഞ കൊട്ടേഷനില്ല അവർക്ക് ഇത് ചെയ്യാനാവില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അബിയും ഡേവിഡും ഇങ്ങനെ സംസാരിക്കുകയാണ്. അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആര് തന്നെയാണ് നമ്മളെ ചതിക്കാൻ നോക്കുന്നതും. എത്രയും പെട്ടെന്ന് ആ ചതിക്ക് പിന്നിൽ ആരാന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത്രയും കുറഞ്ഞ കൊട്ടേഷനിൽ ആ ഒരു ഡീൽ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ അബി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഇപ്പം നമുക്ക് കോടികളുടെ നഷ്ടമാണല്ലോ ഉണ്ടായേക്കുന്നത്. അത് മാത്രമല്ല, മുംബൈയിലെ ഡീല് നമ്മൾ സ്വന്തമാക്കിയ പോലെ തന്നെ ഈ ഡീലും നമുക്ക് സ്വന്തമായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭമായിരുന്നു നമ്മളെ തേടി വരാനിരുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായില്ലെന്നൊക്കെ ഓർത്ത് അബിയും ഡേവിഡും ആകെ കിളിപോയ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് അവിടെ. അച്ഛനോട് ഈ ഡീല് നമുക്ക് നഷ്ടമായി എന്ന് എങ്ങനെ പറയും? അച്ഛൻ ഇത് അറിയുമ്പോൾ ഒരുപാട് വിഷമിക്കും. അത് മാത്രമല്ല, നമ്മുടെ ശത്രുക്കൾ ഈ ഡീല് സ്വന്തമാക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പം മൂർത്തിക്കും അതുപോലെ ആദർശനൊക്കെ വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ ആ ഡീല് സ്വന്തമാക്കാൻ കഴിയാതെ ഡേവിഡും അബിയും നാണം കെട്ട് തന്നെ അവിടുന്ന് പടിയിറങ്ങുകയാണ് കേട്ടോ. എന്നാൽ അനി ഭയങ്കര സന്തോഷത്തിൽ തന്നെ മൂർത്തി മുത്തശ്ശനെയും അതുപോലെ ആദർശനെയൊക്കെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാമല്ലോ. അനി ആദ്യം ആ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു ഡ്രാമ കളിച്ചത് ആദർശന്റെ നിർദ്ദേശപ്രകാരമാണെന്നും ഈ ഡീല് നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദർശം അനിയും കൂടെ ഇങ്ങനൊരു നാടകം കളിച്ചെന്നൊക്കെയുള്ളത് അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവയാനിയും ജാനകിയും ജയനും അജയനും നവ്യൊക്കെ സന്തോഷിക്കുന്നുണ്ട്. ഈ വിവരം അറിയുമ്പം എല്ലാവരെക്കാളും സന്തോഷം നവ്യയ്ക്ക് തന്നെയാണ്. കാരണം എൻ ജ്വല്ലറിയെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി മൂർത്തിസ് ജ്വല്ലറിയെ ആരും അറിയാതെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നവ്യ. അപ്പോൾ അനി ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നില്ലെന്നൊക്കെ അറിഞ്ഞപ്പം നവ്യയ്ക്ക് അത് ഒരുപാട് സങ്കടം ഉണ്ടാക്കി. എന്നാൽ അത് വെറും ഒരു നാടകം മാത്രമായിരുന്നു എന്നും ആ ഡീൽ അവർ സ്വന്തമാക്കിയെന്നും അറിഞ്ഞപ്പോഴേക്കും നവ്യയ്ക്ക് അത് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ജലജയ്ക്കും അവന്തിക്കും നേരെ തിരിച്ചാണ്. അവർക്കത് അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ പോലും ആവുന്നില്ല. ഇങ്ങനൊരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചതേ അല്ല. പ്രത്യേകിച്ച് അവന്തിക. ഈ ഡീൽ അവർക്ക് തന്നെ സ്വന്തമാകുമെന്ന് ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഇരിക്കുകയായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഈ ഡീൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോഴേക്കും അത് വലിയൊരു നാണക്കേടായിട്ട് തന്നെ തോന്നുകയാണ് അബിക്കും അവന്തികയ്ക്കും ഒക്കെ. അബിയും ഡേവിഡും കൂടെ നാഗേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നാഗേന്ദ്രനും അബിയോടും ഡേവിഡിനോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുംബൈയിൽ വെച്ച് നേടിയ ഡീലിന്റെ ഫലം കൊണ്ടാണ്. അതുപോലെ ഈ ഒരു ഡീല് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയേനെ. എന്തായാലും ഇപ്പോൾ ആ ഡീല് നമുക്ക് നഷ്ടമായി കഴിഞ്ഞു.
നമ്മുടെ അശ്രദ്ധക്കുറവ് കൊണ്ടും അതുപോലെ നമ്മുടെ ഓവർ കോൺഫിഡൻസും കൊണ്ടാണ് നമുക്ക് ഈ ഡീല് നഷ്ടമായത്. ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ചുവടും നമ്മൾ നല്ല സൂക്ഷിച്ചു വേണം വെക്കാൻ. അറിയാമല്ലോ, നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഡേവിഡിനെയും അതുപോലെ അബിയെ ഉപദേശിക്കുകയാണ് നാഗേന്ദ്രൻ. എന്നാൽ താൻ മാനേജറായതിനു ശേഷം വന്ന ഡീലാണല്ലോ, ഈ ഡീൽ എങ്ങനെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് അബി അത്രയും സാഹസ്യമൊക്കെ കാണിച്ചത്. എന്നാൽ ആ ഡീല് സ്വന്തമാക്കാൻ കഴിയാത്തതിൻ്റെ ദേഷ്യമൊക്കെ നമ്മുടെ അബിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അത് നേരെ തിരിച്ച് വീട്ടിൽ വന്ന ജലജയോടാണ് കാണിക്കുന്നത്. കാരണം ജലജയാണല്ലോ പറഞ്ഞത് അനി നാളെ ആ ഡീലിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ. അവൻ ആ ഡീലിൽ പങ്കെടുക്കില്ലെന്ന് അമ്മ പറയുന്നത് കേട്ടോണ്ട് മാത്രമാണ് ഞാൻ ഓവർ കോൺഫിഡൻസോട് കൂടി അങ്ങോട്ടേക്ക് പോയത്. അവിടെ വെച്ച് അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഷോക്കായി. പിന്നെ ആ ഡീൽ അവൻ സ്വന്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയെന്നും പറഞ്ഞ് ജലജയോട് അങ്ങ് തട്ടിക്കേറുകയാണ് നമ്മുടെ അബി. എന്നാൽ അബി ഈ പറയുന്നതെല്ലാം കേട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് നവ്യ. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടേക്ക് മൂർത്തീസ് ജ്വല്ലറി തന്നെയായിരിക്കും എല്ലാത്തിലും വിജയിക്കാൻ പോകുന്നത്. എം ജ്വല്ലറിയിൽ ഇനി ഒരു ഉയർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല. എം ജ്വല്ലറി ഇനി നാൾക്ക് നാൾ താഴ്പോട്ടായിരിക്കും. മൂർത്തീസ് ജ്വല്ലറി മൂർത്തി മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ അതിന് തലയെടുപ്പോട് കൂടി തിരിച്ചു വരാൻ പോകുന്നത്. നീയും നിന്റെ ഡേവിഡും ആ എം ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണറായ അങ്ങേരും ഇനി നിങ്ങളെല്ലാം വട്ടപൂജയാകാൻ പോവുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് നവ്യ. ഇനിയും തന്നെ കൊണ്ട് ഇതുപോലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നും മൂർത്തീസ് ജ്വല്ലറി ഇനി അങ്ങോട്ടേക്ക് പഴയ പ്രതാപത്തിലും പ്രശസ്തിയിലും എത്തണമെന്നൊക്കെ നവ്യ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അബിയും ഡേവിഡിനെയും സോപ്പിട്ട് നിന്നുകൊണ്ട് തന്നെ എം ജ്വല്ലറിയുടെ പല രഹസ്യങ്ങളും കണ്ടെടുക്കുന്നുണ്ട് നവ്യ. അതെല്ലാം തന്നെ സുഹൃത്ത് വഴി നന്ദുവിനും അതുപോലെ ആദർശേട്ടനും അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എം ജ്വല്ലറിയിലേക്ക് കള്ളക്കെടുത്ത് സ്വർണം വരുന്ന സോഴ്സും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ഒക്കെ കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിൽക്കുന്നതും കള്ളക്കെടുത്ത് സ്വർണത്തിലെ ആഭരണങ്ങളാക്കി വിറ്റഴിക്കുന്നതും ടാക്സ് വെട്ടിക്കുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും രേഖകൾ നവ്യ കണ്ടെടുക്കുന്നുണ്ട്. അതൊക്കെ വേണ്ട ആൾക്കാരെ സമയാസമയങ്ങളിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നവ്യ. അങ്ങനെ എം ജ്വല്ലറിയുടെ നാശം കാണാനായിട്ട് തന്നെ നവ്യ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്